Hi friends, welcome to my Emma's Kitchen. ഇന്ന് നമുക്ക് ഈന്തപ്പഴം കൊണ്ടുള്ള രുചികരമായിട്ടുള്ള ഹൽവ തയ്യാറാക്കാം. അതിനായിട്ട് 1/4 കിലോ ഈന്തപ്പഴം നമ്മൾ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഈന്തപ്പഴം അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഈ വെള്ളത്തോട് കൂടി നമുക്ക് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. എന്നിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റാം. നെയ്യെല്ലാം നമുക്ക് ഈന്തപ്പഴത്തിലേക്ക് പിടിച്ച് കിട്ടണം. നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഈന്തപ്പഴം നല്ല തിക്കായിട്ട് മാറുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. വീണ്ടും ഈന്തപ്പഴം കട്ടിയായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈന്തപ്പഴത്തിൽ നെയ്യ് പിടിക്കുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ ഈന്തപ്പഴം നമുക്ക് നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടും. ഈന്തപ്പഴത്തിൻ്റെ കളറൊക്കെ മാറി ബ്ലാക്ക് കളറിലേക്ക് വരും. അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഈന്തപ്പഴം പാനിൽ നിന്നൊക്കെ ഇതുപോലെ വിട്ട് കിട്ടും. ഇങ്ങനെ ഒരു പരുവത്തിലേക്ക് ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഹൽവ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇത് സെറ്റാകാൻ വേണ്ടി നമ്മൾ എന്നിട്ട് 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ സ്വാദിഷ്ടമായ ഈന്തപ്പഴം ഹൽവ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഹൽവയാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്